ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇതുവരെ ആര്യനും ജിസയിലും ഒരുമിച്ച് തന്നെയാണ് കളിച്ചത്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് ആളുകളൊക്കെ വന്നു പോയതിന് ശേഷം ആര്യന് കുറച്ചുകൂടി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം എന്ന ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആര്യൻ ജിസയിലിന്റെ കാര്യങ്ങളിലുള്ള ഇടപെടലുകളൊക്കെ കുറച്ചിട്ടുണ്ട്. ഈ ഒരു ടാസ്കിലും ജിസയിലിനോട് മിണ്ടാതിരിക്കാനൊക്കെ ആര്യം പറയുന്നുണ്ട്. അതിനെപ്പറ്റി അവർക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജിസയിൽ അനാവശ്യമായിട്ട് വോയിസ് റേസ് ചെയ്ത് ആര്യന് ഓക്കെ ആയില്ല, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആര്യൻ അങ്ങ് മാറി തുടങ്ങിയപ്പോൾ ജിസയിലിന് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല, ടാസ്ക് കളിക്കുന്നു പോകുന്നു, അതിൽ കൂടുതലായിട്ട് വേറെ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ കുറച്ച് കൊഞ്ചലും ക്യൂട്ട്നെസ് ഇടലും ഒക്കെ ഉണ്ട്. നിലവിൽ അതിനപ്പുറത്തേക്ക് ജിസയിൽ ഒന്നും ചെയ്യുന്നില്ല. ജിസയിലിന്റെ ഗെയിമൊക്കെ ഇത്ര ഉള്ളോ, അതോ ഇനി എന്തെങ്കിലും ജിസയിൽ മാറ്റം വരുത്തുമോ അറിയില്ല. ജിസയിലും അക്ബറും ആര്യനും ഒക്കെ എല്ലാവരും ഒരു കോമൺ ടാർഗറ്റ് തന്നെയാണ്. ഇതിനിടയിൽ ലക്ഷ്മി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാവുന്നുണ്ടായിരുന്നു. ജിസയിലിനോട് കിച്ചന്റെ അടുത്ത് വെച്ച് സംസാരിക്കുന്നതാണ്. മലയാളം നന്നായിട്ട് അറിയാമായിരുന്നിട്ടും അറിയാത്ത പോലെ കാണിക്കുന്നു, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു. കുക്കിംഗ് നിർത്തിയാൽ ജിസയിലിന്റെ ഗെയിം കഴിഞ്ഞെന്ന് പറയുന്നു. ആര്യന് ജിസയിലിനെ കൊണ്ട് മടുത്തെന്നും അവനെ ഒന്ന് വെറുതെ വിടാനും പറയുന്നുണ്ട്. ഇതെല്ലാം ജിസയിലിന്റെ തൊട്ടടുത്ത് നിന്ന് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും തിരിച്ചൊരക്ഷരം പോലും മിണ്ടാതെ ജിസയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. തിരിച്ചൊരക്ഷരം പോലും പറയാതായപ്പോൾ ലക്ഷ്മി തന്നെ നിർത്തി. ഒത്തില്ല. ലക്ഷ്മി മൊത്തത്തിൽ നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണം 1-2 പേരുണ്ട്. അക്ബർ, ജിസയിൽ, ഷാനവാസ്, ആര്യൻ. ലക്ഷ്മിയുടെ പ്ലാൻ അനുസരിച്ച് അക്ബറിനെ ഒന്നും പോയി നേരിട്ട് പെട്ടെന്ന് മുട്ടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ജിസയിലാണ്. ആര്യനാണെങ്കിലോ ജിസയിലിന്റെ കാര്യത്തിൽ അത്ര ഇടപെടുന്നുമില്ല. അപ്പൊ പിന്നെ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ടാർഗറ്റ് ലോക്ക്ഡ് ജിസയിൽ. ലക്ഷ്മി വരുന്നു, ദിവസത്തിൽ 1-2 പ്രാവശ്യം എന്ന രീതിയിൽ ഇതേ ഡയലോഗ് പറയുന്നു, പോകുന്നു. ലക്ഷ്മി ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. അതാണ് സംഭവം. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ 2ാമത്തെ ദിവസം അനീഷിന്റെ കയ്യിൽ നിന്ന് പോയൊരു ദിവസമാണ്. പുള്ളി ഉദ്ദേശിച്ച പോലെ ടാസ്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. മുടി വീണത് ഒരു ഹൈജീന്റെ പ്രശ്നമാണല്ലോ. പുള്ളി പലതും പറഞ്ഞു നോക്കിയെങ്കിലും ആരും അടുത്തില്ല. പിന്നെ മൊത്തത്തിൽ അലമ്പാക്കാന്ന് വിചാരിച്ചു കാണും. ആദ്യത്തെ ദിവസത്തെ കളിപ്പ് മാസമായിരുന്നെങ്കിൽ 2ാമത്തെ ദിവസം സംഭവം കയ്യിൽ നിന്ന് പോയതാണ്. അത് പിന്നെ ആർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കേസും ആയിപ്പോയി. ഏതായാലും ടാസ്ക് മൊത്തത്തിൽ അലമ്പായി. ബിഗ് ബോസ് പ്രതീക്ഷിച്ച പോലെ 2ാമത്തെ ദിവസം ടാസ്ക് റദ്ദാക്കാൻ പറ്റി. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക് യു.